എന്തുകൊണ്ടാണ് ഈ കാര്യത്തിൽ നരേന്ദ്രമോദിജി മൗനം പാലിക്കുന്നത് എന്നുള്ളതാണല്ലോ ചോദ്യം. യെസ്. ശക്തനായ ഭരണാധികാരിയാണ്, ഭാരതം ശക്തമായ കരങ്ങളിൽ ആണ്. തീർച്ചയായും. അപ്പൊ ഇതുപോലുള്ള ഈ മണിപ്പൂരില്, അതുപോലെ നമ്മുടെ നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളിൽ ഇതിനു മുമ്പ് കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത് ഒരു വർഗീയ കലാപമല്ല, ഒരു വംശീയ കലാപമാണ്. ഇതൊരു ഹിന്ദു ക്രിസ്ത്യൻ കലാപമല്ല, ഇത് വംശങ്ങൾ തമ്മിലുള്ള കലാപമാണ് അവിടെ നടക്കുന്നത്. അപ്പൊ ഭാരതത്തിൽ ഇങ്ങനെ വംശീയ കലാപങ്ങൾ നടക്കുമ്പോൾ ഭാരതത്തിലെ ജനങ്ങളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടുന്നത്. ഇക്കാലം അത്രയും അങ്ങനെ വംശീയ കലാപങ്ങൾ നടന്നപ്പോൾ ഭാരതത്തിൽ നിരവധി പ്രധാനമന്ത്രിമാരുണ്ടായിരുന്നു. ജവഹർലാൽ നെഹ്റു ഉണ്ടായിരുന്നു, അതിനുശേഷം ഇന്ദിരാഗാന്ധി വന്നു, വാജ്പേയിജി വന്നു, മൻമോഹൻ സിംഗ് വന്നു, PV നരസിംഹറാവു വന്നു. അങ്ങനെ എത്രയോ പ്രധാനമന്ത്രിമാർ വന്നു. ആ പ്രധാനമന്ത്രിമാരൊന്നും ഒരു വംശീയ കലാപം നടക്കുമ്പോൾ ഈ കാര്യത്തിൽ പ്രതികരിച്ചില്ല. ആ സമയത്ത് അത് പരസ്യ പ്രസ്താവന നടത്തി. ആ വംശീയ കലാപം നടന്നപ്പോൾ പരസ്യ പ്രസ്താവന നടത്തിയ ഏക പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, സിഖ് കലാപം നടന്നപ്പോൾ രാജീവ് ഗാന്ധി പറഞ്ഞു, അദ്ദേഹം പറഞ്ഞത് ഇതാണ്: ഒരു വലിയ മരം കടപുഴകി വീഴുമ്പോൾ താഴെയിട്ടുള്ള ചെറിയ ചെറിയ മരങ്ങളൊക്കെ വീഴും എന്ന് പറഞ്ഞു. അന്ന് അദ്ദേഹം പറഞ്ഞതിന്റെ പരിണിത ഫലം എന്താണ്? നമ്മളെല്ലാവരും അനുഭവിച്ചതാണ്. അപ്പോൾ സാധാരണ ഒരു രാജ്യത്തും ഒരു പ്രധാനമന്ത്രിമാരും ആ സമയത്ത് പ്രതികരിക്കില്ല, പക്ഷെ വേണ്ടത് ചെയ്യും. ഇവിടെ അമിത്ഷാജിയെ കാര്യങ്ങൾ, ആഭ്യന്തരമന്ത്രിയുണ്ട്, അദ്ദേഹം പോയി, പ്രധാനമന്ത്രി അമേരിക്കയിൽ പോയി, ഈജിപ്തിൽ പോയി, തിരിച്ചു വന്ന ഉടൻ അമിത്ഷാജിയുമായിട്ട് സംസാരിച്ചു, തിരിച്ചു വന്ന ഉടൻ അതിന് ബന്ധപ്പെട്ട എല്ലാവരുമായിട്ട് സംസാരിച്ചു. അവിടെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. ഞാൻ പറയുന്നു, ഈ കലാപം 30 ദിവസത്തിനകം തീരാൻ പോകും. പക്ഷേ ഈ കലാപത്തെ ഒരു ക്രിസ്ത്യാനികളെ കൊല്ലുന്നു, അല്ലെങ്കിൽ പള്ളികൾ ആക്രമിക്കപ്പെടുന്നു എന്ന രീതിയിലുള്ള പ്രചരണം നടക്കുന്നുണ്ട്. പള്ളികൾ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്, ഞാനത് ക്രിസ്ത്യാനികൾക്കും പരിക്ക് പറ്റിയിട്ടുണ്ട്. ഇതെന്താ ഈ സംഭവം? യഥാർത്ഥത്തില് മെയ്ത്തികള് എന്ന വിഭാഗം, അതൊരു ഗോത്രവർഗ വിഭാഗമാണ്. പക്ഷെ അവരിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ താമസിക്കുന്ന വാലിയിലാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് അവര് പട്ടിക വർഗത്തിൽപ്പെട്ടവരായിരുന്നു. അതിനുശേഷമാണ് ഭരണഘടന ഉണ്ടായത്. ആ ഭരണഘടന ഉണ്ടായി 1951 ഭരണഘടന ഉണ്ടായ ശേഷമാണ് ഈ പട്ടിക തയ്യാറാക്കുന്നത്. ഓരോ വിഭാഗക്കാരെ ഏത് പട്ടികയിൽപ്പെടുത്തുക, ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബിൽ പെടുത്തുന്ന സമയത്ത് ഇവരെ പട്ടിക വർഗത്തിൽ നിന്നും അവരെ ഒഴിവാക്കി. അവരില്ല. നമ്മുടെ എഗ്രിമെന്റ്സ് പ്രകാരമൊക്കെ ഇവരെ ഉൾപ്പെടുത്തണമായിരുന്നു. പക്ഷെ അതിനുശേഷം അവര് ദീർഘമായിട്ട് അതിനുവേണ്ടി പോരാടി. ആ പോരാട്ടങ്ങൾ പല ഗവൺമെന്റുകൾ മാറി മാറി വന്നു. അങ്ങനെ പോരാടി സമയത്ത് 2013 പെട്ടെന്ന് മൻമോഹൻ സിംഗിന്റെ സർക്കാർ അങ്ങോട്ടൊരു ഉത്തരവ് കൊടുക്കുക. എന്താണ്? ഇവരെ പട്ടികവർഗ വിഭാഗത്തിൽ പെടണം. സാധാരണ ഒരു വിഭാഗത്തെ പട്ടികവർഗത്തിൽ പെടുത്തണമെങ്കിൽ അവിടുത്തെ മുഖ്യമന്ത്രിയാണ്, അല്ലെങ്കിൽ അവിടുത്തെ സംസ്ഥാന ഭരണമാണ് കേന്ദ്ര സർക്കാരിനോട് അപേക്ഷിക്കുന്നത്. അതിന് ഘടകമെഴുത്തമായിട്ട് ഇവരെ ഉൾപ്പെടുത്തണം എന്ന് ആവശ്യപ്പെടുകയാണ് ചെയ്തത്. സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടു. അങ്ങനെ ആവശ്യപ്പെട്ടപ്പോൾ ഇത് എന്തിനു വേണ്ടിയാണ് ആവശ്യപ്പെട്ടത്? അന്ന് കേന്ദ്രം ഭരിച്ചിരുന്നത് കോൺഗ്രസ് ആണ്, മണിപ്പൂർ ഭരിച്ചിരുന്നത് കോൺഗ്രസ് ആണ്. അപ്പൊ അവിടെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി അവിടെ ചില കുളം കലക്കി മീൻ പിടിക്കാൻ വേണ്ടി ഒരു ശ്രമമാണ് നടത്തിയത്. ആ ശ്രമത്തിന്റെ അവസാനം അതും പിന്നെ ഇങ്ങനെ കിടന്നു. അവസാനം ഹൈക്കോടതിയിൽ കേസ് വന്നു. നമ്മുടെ മാർച്ച് മാസത്തിൽ ഹൈക്കോടതിയിൽ കേസ് വന്നപ്പോൾ, സാധാരണ ഇങ്ങനെ റെപ്രസെന്റേഷൻസ് ഒക്കെ കൊടുക്കുമ്പോൾ ആർട്ടിക്കിൾ 226 പ്രകാരം ഹൈക്കോടതിയിൽ കേസ് കൊടുക്കുമ്പോൾ പറയും, ദ പെറ്റീഷണർ ഹാസ് ഫൈൽഡ് എ റെപ്രസെന്റേഷൻ ബിഫോർ ദി റെസ്പോണ്ടന്റ്. ദ റെസ്പോണ്ടന്റ് വിൽ കൺസിഡർ ആൻഡ് ഡിസ്പോസ് ഓഫ് ദാറ്റ് റെപ്രസെന്റേഷൻ വിതിൻ 1 month ഫ്രം ടുഡേ എന്നൊക്കെ പറഞ്ഞ് ഓർഡർ ഇടും. അങ്ങനെ നമ്മുടെ കേരളത്തിലെ ചില ജഡ്ജിമാര്, ഇഫ് ദാറ്റ് റെപ്രസെന്റേഷൻ ഈസ് നോട്ട് ഫൈൽഡ്, then the petitioner is allowed to file that representation, and when it reaches that respondent, the respondent will be allowed to dispose of that representation എന്നൊക്കെ പറഞ്ഞ ജഡ്ജിമാരൊക്കെ നമ്മുടെ ഇവിടെയുണ്ട്. ചില ജഡ്ജിമാരുണ്ട് പറയും, നിങ്ങൾ റെപ്രസെന്റേഷൻ അയച്ചു, ആലപ്പുഴ വരെ എത്തിയില്ലല്ലോ, എന്നിട്ടാണോ നിങ്ങൾ പെട്ടെന്ന് വരുന്നത് എന്നൊക്കെ പറയുന്നത്. അത് കോടതിയുടെ ഒരു ഇതുണ്ട്. പക്ഷെ ഇവിടെ അത് പറഞ്ഞ ശേഷം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആ ജഡ്ജി തന്നെ പറഞ്ഞു, ഇത് ഉടനെ ഇവർക്ക് പട്ടികവർഗ പദവി കൊടുക്കണം. ആ ജഡ്ജ്മെന്റ് ശരിയാണോ ഇല്ലയോ എന്നുള്ളതാണ് വിഷയം. ആ ജഡ്ജ്മെന്റ് വന്നപ്പോഴേക്കാണ് അവിടെ കലാപഭൂമിയായിട്ട് മാറിയത്. സുപ്രീം കോടതിയിൽ അതിനെ കേസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ജുഡീഷ്യൽ ആക്ടിവിസത്തിന്റെ ഫലമായിട്ട് അവിടെ ഇത്തരം കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് മെയ്ത്തികളില് കൂടുതലും ആരാണ്? കൂടുതൽ ഹിന്ദു വിഭാഗക്കാരാണ്. അവിടെ
ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻ വിഭാഗക്കാരുള്ള അവിടുത്തെ സംഘടന നാഗ വർഗമാണ്. ആ നാഗാവർഗം ഇവിടുന്ന് നമ്മുടെ 2-3 പേര് അവിടെ പോയല്ലോ. ആ പോയപ്പോൾ പോലും അവരെ ഓടിച്ചുകൊണ്ട് പോയിരുന്ന നാഗ ഡ്രൈവറാണ്. ആ നാഗ ഡ്രൈവർ നാഗ വർഗത്തിൽപ്പെട്ട കൂടുതൽ ആൾക്കാരും ക്രിസ്ത്യാനികളാണ്. അപ്പൊ ആ ക്രിസ്ത്യാനികളെ തെരഞ്ഞു പിടിച്ച് ആക്രമിച്ചിട്ടില്ല. ശ്രീ നോബിൾ മാത്യു, എന്റെ ഒരു സംശയം, അങ്ങ് ഈ അവിടെ നടന്നത് ഒരു ഹിന്ദു ക്രിസ്ത്യൻ സംഘടനമല്ല, പക്ഷേ ഒരു ഹിന്ദു ക്രിസ്ത്യൻ സംഘടനമാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഞാൻ പറയുന്നു, എന്റെ ഒരു പ്രവാചകൻ പറയുന്ന പോലെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഇത് 30 ദിവസത്തിനകം തീരും. ഈ ഭാരതത്തിൽ ഇതിനു മുമ്പ് മണിപ്പൂരും നാഗാലാൻഡും ഒക്കെ വംശീയ കലാപം നടന്നിട്ടുണ്ട്. അത് വർഷങ്ങൾ നീണ്ടു. പക്ഷേ ഇത് വർഷങ്ങൾ നീളുന്നില്ല, വെറും 30 ദിവസത്തിനകം തീരാൻ പോവുകയാണ്. ഇപ്പോൾ കള്ളപ്രചരണം നടത്തിയിരിക്കുന്ന പലരുടെയും മുഖങ്ങൾ പുറത്താകും. ഇപ്പോൾ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്ന ആൾക്കാരുടെ പലരുടെയും മുഖങ്ങൾ പുറത്താകും. ഇപ്പോഴത്തെ രാഷ്ട്രീയം എന്താ? കഴിഞ്ഞ ദിവസം ചില പത്രക്കാരെന്നെ വിളിച്ചു ചോദിച്ചു, കേരളത്തില് അനുകൂലമായിട്ട് BJPയും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒക്കെ അനുകൂലമായിട്ട് ചിന്തിക്കുന്ന ഒരു സാഹചര്യം വന്നു. ഞാനത് അതിലേക്ക് അടുത്ത ഘട്ടത്തിൽ കടക്കാൻ ഇത്രയേ ഉള്ളൂ. ഈ പ്രശ്നം അധികം താമസിയാതെ തീരും. പ്രധാനമന്ത്രി ആ കാര്യത്തിൽ അങ്ങനെ പറയേണ്ട കാര്യമില്ല. അതിന് കാരണം ഞാൻ മുമ്പ് സൂചിപ്പിച്ചല്ലോ.